ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് മീസിയ. നമ്മൾ ഓരോ കാര്യങ്ങളിലും കൊറിയർ സർവീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. ലൈക്ക് ഓൺലൈൻ ഗിഫ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ്, ഡോക്യുമെന്റ്സ് കൈമാറുക, അങ്ങനെ പല കാര്യങ്ങൾക്കായാലും നമ്മൾ കൊറിയർ സർവീസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഏത് തരത്തിലുള്ള മേഖലയിലായാലും ഏത് ടൈമിലായാലും നമ്മൾ കൊറിയർ സർവീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കൊറിയർ സർവീസിന്റെ അല്ലെങ്കിൽ ഒരു കൊറിയർ വെഞ്ചറിന്റെ കഥയാണ്. കൊച്ചിയിൽ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഒരു കൊറിയർ വെഞ്ചർ ആയിട്ടുള്ള കൊറിയർ വേൾഡിന്റെ ഓൺട്രപ്രണർ ആയിട്ടുള്ള കവിത മാം ആണ് നമ്മുടെ കൂടെയുള്ളത്. ഹായ് മാം. ഹായ് മാം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പൊ പല കാര്യങ്ങൾക്കായാലും ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കുക, ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഓരോ സംഭവങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് കൊറിയർ സർവീസുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കാലഘട്ടമാണ്. ഇപ്പൊ എവിടെ നിന്നായാലും, അബ്രോഡ് ആയാലും നമ്മളെ ഡൊമസ്റ്റിക് ഭാഗങ്ങളിലായാലും കൊറിയർ സർവീസസിന്റെ കാര്യങ്ങൾ കൂടാണ്. ഇന്ന് നമ്മളിപ്പോ കൊറിയർ വേൾഡിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ മാം എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ത് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഈ കൊറിയർ വേൾഡിലോട്ട് കാലെടുത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു മാമിന്റെ? ആക്ച്വലി എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് HR മാനേജർ ആയിട്ടായിരുന്നു. ഞാനൊരു IT കമ്പനിയിലായിരുന്നു. അപ്പോൾ HR മാനേജർ ആയിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ റിക്രൂട്ട്മെന്റ് അങ്ങനെ പല കാര്യങ്ങൾ വരും. അപ്പൊ അതിൽ അഡ്മിൻ ജോബിന്റെ ഭാഗമായിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് വന്നിരുന്നു. അപ്പം എനിക്കും കൊറിയറിന്റെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ കുറെ വെൻഡേഴ്സിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പം ലാക്ക് ഓഫ് കോർഡിനേഷൻ ഉണ്ടായിരുന്നു, പിന്നെ റേറ്റിൽ തമ്മിലുള്ള വേരിയേഷൻ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അന്ന് ഞങ്ങൾ നേരിടേണ്ടി വന്നു, ബോത്ത് ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക്. അപ്പൊ പിന്നീട് ഞാൻ റിസൈൻ ചെയ്ത സമയത്ത് ഞാനൊരു ബിസിനസ് കോൺസെപ്റ്റ് നോക്കുന്ന ടൈമിൽ ആ ഒരു തോട്ട് പ്രോസസ് എന്റെ മനസ്സിൽ വരികയും അതിൽ നിന്നാണ് ശരിക്കും കൊറിയർ വേൾഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടപ്പ് ഞാൻ ചെയ്യാനായിട്ടുള്ള ഇൻസ്പയർ ആയത്. ആക്ച്വലി 10 വർഷത്തിന് മീതി ആയിട്ടാണ് നമ്മുടെ ഈ കൊറിയർ വേൾഡിന്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. അപ്പോ സ്റ്റാർട്ടിങ്ങില് അനുഭവപ്പെട്ട കുറച്ച് ചാലഞ്ചസ് എന്തൊക്കെയാന്ന് പറയാൻ പറ്റുമോ? ഈ ഒരു ജേർണി എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയൊരു ജേർണിയാണ്. കുറെ കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു സക്സസിലേക്ക് എത്തുന്നത് ഈ ഒരു സർവീസിന്റെ. എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു മാം നേരിട്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ചാലഞ്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയാൻ പറ്റും? തീർച്ചയായിട്ടും ബിസിനസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. പക്ഷെ അതിലുപരി ഇപ്പൊ കൊറിയർ എന്ന് പറയുമ്പോൾ അതിന് വളരെ ടെൻഷനും പ്രഷറും അതെല്ലാം കൂടുതലാണ്. പിന്നെ ഒരു മാൻ ഓറിയന്റഡ് മേഖലയായിട്ടാണ് എല്ലാവരും അതിനെ കരുതുന്നത്. പക്ഷെ ആക്ച്വലി പറയുവാണെങ്കിൽ ആസ് എ മോം ഓൺട്രപ്രീനർ എനിക്ക് നല്ല രീതിയിൽ അതിലേക്ക് ഫോക്കസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. കാര്യം കൂടുതൽ മാൻ ബിസിനസ് ആണ് ശരിക്കും കൊറിയർ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ കുറച്ചും കൂടി പ്രോബ്ലം സോൾവിങ് നേച്ചറും പിന്നെ അതുപോലെ മൾട്ടി ടാസ്കിങ് കാര്യങ്ങളും കൊണ്ട് നമ്മളുടെ അത്രയും എന്ന് വെച്ചാൽ വുമൺ ഓൺട്രപ്രണേഴ്സിന്റെ അത്രയും നമുക്ക് ഈ ഒരു ഫീൽഡിൽ ശരിക്കും ബെസ്റ്റ് വുമൺ തന്നെയാണ്. നമ്മുടെ ഈ കൊറിയർ വേൾഡിൽ ഇപ്പോൾ പല കാര്യങ്ങളും അയക്കുന്നുണ്ടാവും, അതിൽ നമുക്ക് ചലഞ്ചിങ് ആയിട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും മനസ്സിൽ കടന്നു വരുന്നത്? നമ്മള് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഓസ്ട്രേലിയയിലേക്ക് ഒരു ഷിപ്മെന്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലെ ഒരു ചർച്ചിന്റെ ഓപ്പണിംഗ് സെറിമണിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാച്യൂസ് നമ്മളൊരു 450 kg ഓളം നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാച്യൂസ് മാത്രമല്ല, പള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അയച്ചിട്ടുണ്ട്. അതൊരു വലിയ ചലഞ്ചിങ് ജോബ് ആയിരുന്നു. ക്ലയന്റ് തന്നെ പറഞ്ഞു, ഒരുപാട് കൊറിയർ ഏജൻസിനെ ഫസ്റ്റ് പുള്ളി സമീപിച്ചിരുന്നു. അപ്പം ഇത് പൊട്ടിപ്പോവാണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓസ്ട്രേലിയ റീച്ച് ഔട്ട് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു കമ്മിറ്റ്മെന്റും റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ ഇതിലായിരിക്കണം എന്ന് പ്രത്യേകം പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത് അതൊരെണ്ണം പോലും കേടുകൂടാണ്ട് എത്തിച്ചു കൊടുക്കാനും സാധിച്ചു. അതിന്റെ റിവ്യൂസ് ഒക്കെ ഓൾറെഡി നമ്മുടെ ഗൂഗിൾ റിവ്യൂസിൽ ക്ലയന്റ് ഷെയർ ചെയ്തിട്ടുമുണ്ട്. നല്ല രീതിയിൽ നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റി. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവര് ഏതൊക്കെ കൺട്രീസിലാണ് ഓഫേഴ്സ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് അറിയാൻ പറ്റും.